ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അതുപോലെ തന്നെ വൈകുന്നേരം ചായക്ക് കഴിക്കാനൊക്കെ പറ്റിയതാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മളെ വീട്ടിലുള്ള മുട്ടയും ബ്രെഡൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 മുട്ടയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ്. അപ്പോൾ നല്ലൊരു ഷേപ്പ് കൂടെ ഉണ്ടാവും. ഇത് നന്നായിട്ടൊന്ന് മുട്ട ബീറ്റ് ചെയ്തിട്ടെടുക്കുക. പിന്നെ ഇത് മിക്സിയിലിട്ടൊന്നും അടിക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ അടിച്ചെടുത്താൽ മതി. പിന്നെ ഈ അളവിലാണെങ്കിൽ 13 ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ളതുണ്ട്. ഇപ്പോൾ ഇത് മുട്ട നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 സ്ലൈസ് ബ്രെഡാണ് ആവശ്യം. അത് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ബ്രെഡ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇത് നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഇപ്പോൾ ഇതിൽ പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ ഇതിൽ ചേർത്തുന്നത് 4 മുട്ട ചേർത്തതായി 4 ബ്രെഡ്. ഇനിയിപ്പം മുട്ട വലുതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ബ്രെഡും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ സവാളയുടെ അളവൊന്ന് കൂട്ടുക. 1/2 കപ്പ് എന്നുള്ളത് 1 കപ്പാക്കുക. അതൊക്കെ ഓരോരുത്തർ ഇതിനനുസരിച്ചിട്ട് മാറ്റുക. ഇത് നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കി എടുക്കാം. ഇനി നമുക്കതിലേക്ക് ചൂടായതിന് ശേഷം ആവശ്യത്തിനുള്ള ഓയിൽ, സാധാരണ ഉണ്ണിയപ്പം ചൂടിന് അത്ര തന്നെ ഓയിലൊന്നും ആവശ്യമില്ല, കുറച്ച് ഒഴിച്ചാൽ മതി, അധികം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞ് തവി ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു ഭാഗമായി കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിടാം. ഇതിപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് മറ്റേ സൈഡും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ഇതുപോലെ തന്നെ ഓരോ തവി വെച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ട ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഈസിയാണ്, ഒരു 10 മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം.